സംസ്ഥാനത്ത് LP സ്കൂളുകളിലെ PSC നിയമനം സ്തംഭിച്ചത് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാക്കുന്നു. നിലവിലെ ലിസ്റ്റ് വന്ന് 9 മാസമായിട്ടും 8 ജില്ലകളിൽ ഒരാൾക്ക് പോലും നിയമനം കിട്ടിയിട്ടില്ല. ലിസ്റ്റിന്റെ കാലാവധി പുനഃക്രമീകരിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. വയനാട് ജില്ലയിലെ LP സ്കൂൾ അധ്യാപക നിയമനത്തിനുള്ള PSC റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇവർ. 2025 മെയ് 31-നാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 9 മാസം പിന്നിടുമ്പോഴും ആർക്കും അഡ്വൈസ് മെമ്മോ പോലും ലഭിച്ചിട്ടില്ല. പഴയ റാങ്ക് ലിസ്റ്റിലെ 14 പേർക്ക് ഇനിയും നിയമനം നൽകാനുണ്ട്. അതിനാൽ ഈ വർഷം പുതിയ ലിസ്റ്റിൽ നിന്ന് നിയമനമുണ്ടാകുമെന്ന് ഉറപ്പില്ല. ഈ സാഹചര്യത്തിൽ ലിസ്റ്റിന്റെ കാലാവധി പുനഃക്രമീകരിക്കണമെന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. എക്സാം അത്ര ടഫായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു കട്ട് ഓഫ് കുറയുമായിരിക്കുന്നു. കട്ട് ഓഫ് കുറഞ്ഞിട്ടില്ല. 3 വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട്, അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. കുട്ടികളുടെ എണ്ണം തികയാതെ ഡിവിഷൻ കുറയുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ പുനർവിന്യസിക്കുന്നതാണ് നിയമനം നടക്കാത്തതിന് മുഖ്യ കാരണം. കേട്ടറ്റ് യോഗ്യതയില്ലാത്തതിനാൽ പ്രധാനാധ്യാപക പ്രമോഷൻ നടക്കാത്തതും നിയമനത്തിന് തടസ്സമാണ്. നിലവിലുള്ള 30:1 എന്ന വിദ്യാർത്ഥി അധ്യാപക അനുപാതം 25:1 കുറയ്ക്കണമെന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ മറ്റൊരാവശ്യം. വയനാട് പോലുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ഇത് സഹായിക്കുമെന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ ഡിജിറ്റലായിട്ട് കുട്ടികളുടെ കണക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കും. ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനായാലും HM-നായാലും വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എങ്കിലും നല്ലൊരു റിസൾട്ട് കുട്ടികളിൽ ഉണ്ടാക്കണമെങ്കിലും അപ്പോഴും ഈ കുട്ടികളുടെ അനുപാതം എന്ത് ചെയ്യണം, കുറഞ്ഞു നിൽക്കണം. കൃത്യസമയത്ത് സ്റ്റാഫ് ഫിക്സേഷൻ നടത്തണമെന്നതാണ് മറ്റൊരാവശ്യം. എപ്പോഴൊക്കെയാണോ നമ്മുടെ ഡിവിഷൻ ഫാൾ കുറയ്ക്കുന്നത്, അതായത് ഡിവിഷൻ ഫാൾ എന്നാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഫിക്സേഷനും ഗവൺമെന്റ് വരുത്തി. പ്രായപരിധി പിന്നിടുന്നതിനാൽ ഇനിയൊരു അവസരം കിട്ടുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികളിൽ പലരും. ഏജ് ഓവർ ആകാൻ പോവാണ്. ഇനി അടുത്തൊരു ചാൻസും കൂടെ കിട്ടും. പക്ഷേ അതിന് ഞാൻ PSC ലിസ്റ്റ് വരും എന്ന് എനിക്ക് ഉറപ്പില്ല. ഇനിയൊരു ചാൻസ് എഴുതാൻ പറ്റുമോ എന്നും അറിയത്തില്ല. മാതൃഭൂമി ന്യൂസ്, വയനാട്.